ഡേ 7 ആൻഡ് 8 ഓഫ് മിനി കട്ട് സീരീസ്. ഇന്ന് ആക്ച്വലി അശ്വിൻ ബ്രോയുടെ കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് ഞാൻ നടന്ന് ജിമ്മിലെത്തി. അവിടെ നിന്ന് കിരൺചേട്ടൻ്റെ കൂടെ കോമ്പറ്റീഷൻ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി. അശ്വിൻ ബ്രോയുടെ കൂടെ റൗണ്ടിന് ചുറ്റും 2-3 റൗണ്ട് നടന്നു. എനിക്കെൻ്റെ സ്റ്റെപ്പ് കൗണ്ട് റീച്ച് ചെയ്യാനും പുള്ളിയെ കൂടെ ടെൻഷൻ ഒന്ന് കുറയ്ക്കാനും സാധിച്ചു. സീനിയർ കാറ്റഗറിയിൽ നല്ല കിടിലൻ ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. പക്ഷേ അശ്വിൻ ബ്രോ കട്ടയ്ക്ക് പിടിച്ച് നിന്നു. കഴിഞ്ഞ തവണ തോറ്റ അതേ സ്റ്റേജിൽ വന്ന് ബ്രോ ഇത്തവണ തേർഡ് മെഡൽ കരസ്ഥമാക്കി. അത് ബ്രോയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ലൊരു വിജയം തന്നെയാണ്. പിന്നെ സുഹേൽ ബ്രോ സെറ്റായിരുന്നു. മെൻസ് ഫിസിക്കിൽ പുള്ളിക്ക് ആ കാറ്റഗറിയിൽ തന്നെ ടൈറ്റിൽ ചാമ്പ്യനായിട്ട് മാറാൻ സാധിച്ചു. ഗോൾഡ് മെഡലും ചാമ്പ്യൻ പട്ടവും കിട്ടിയപ്പോഴത്തേക്കും പുള്ളിയുടെ കൺട്രോൾ പോയി. കണ്ണൊക്കെ നിറഞ്ഞങ്ങ് ഒഴുകാൻ തുടങ്ങി. കോമ്പറ്റീഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 11 മണിയായി. ഇന്ന് രാവിലെ പതിവ് പോലെ തന്നെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തു. നേരെ ജിമ്മിലോട്ട് പോയി. രാവിലെ ഓട്സ് ഉണ്ടാക്കാൻ പറ്റില്ല, ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് ഡേ കഴിഞ്ഞതിൻ്റെ പോരെന്ന് വേണം പറയാൻ. മസിലപ്പിൻ്റെ നെഗറ്റീവ്സും അതോടൊപ്പം പഞ്ചിങ് കിറ്റിൽ കുറേ നേരം തൊഴിക്കലുമായിട്ട് വാമപ്പ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു. രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ജിമ്മിൽ തിരക്കും ഇന്ന് കുറവായിരുന്നു. ഇന്ന് പുഷ് ഡേ ആണ്. ഡബിൾ പ്രസ്സിങ്ങിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. വെയിറ്റ് റെസിസ്റ്റ് ചെയ്ത് എത്ര സ്ലോ ആയിട്ട് താഴോട്ട് ഇറക്കാൻ പറ്റുമോ അത്രയും സ്ലോ ആയിട്ട് താഴോട്ട് ഇറക്കി ഓരോ വർക്കൗട്ടും ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്തു. ചെസ്റ്റ്, ഷോൾഡർ, അതോടൊപ്പം തന്നെ ട്രൈസെപ്സ്, ഈ 3 മസിൽ ഗ്രൂപ്പ്സാണ് ഇന്ന് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത്. എല്ലാ മൂവ്മെൻറ്റിലും സ്ലോ ആയിട്ടുള്ള റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്തു. രാവിലെ ഞാൻ ഓട്സ് കഴിക്കാതെയാണ് പോയതെന്ന് മനസ്സിലാക്കിയ വൈഫ് വീട്ടിലെത്തിയപ്പോഴേക്കും വിറകടുപ്പിൽ ഓട്സ് ഇറക്കി വെച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ആഘോഷപൂർവ്വം ഗ്യാസ് എടുക്കാനായിട്ട് നേരെ ആൻസിയുടെ വീട്ടിലോട്ട് പോയി. ഞാൻ ഇന്നലെ നൈറ്റ് എത്താൻ വൈകിയതുകൊണ്ട് തന്നെ കുട്ടുവും ഉറങ്ങാനായിട്ട് ഒത്തിരി വൈകി. അതുകൊണ്ടിന്ന് അവനെ സ്കൂളിലേക്ക് അയച്ചില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആൻസ ഒരു കയ്യിൽ ഗ്യാസ് കുറ്റിയും പിടിച്ച് മറ്റേ കയ്യിൽ ഫോൺ പിടിച്ച് നല്ലപോലെ വീഡിയോ എടുത്തു തന്നു. അവിടെ നേരെ മുടി വെട്ടിക്കാനായിട്ട് ഇമ്രാൻ ചേട്ടൻ്റെ കടയിലോട്ടെത്തി. പുള്ളി ഹാപ്പിയായി. കാരണം നട്ടുച്ചയ്ക്ക് വേറെ ആരും പോകത്തില്ലല്ലോ. മുടിയും വെട്ടി ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇമ്രാൻ ചേട്ടൻ എൻ്റെ മുഖത്തോട് നോക്കി. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഒന്ന് ബ്ലീച്ചിങ് കൂടെ ചെയ്യുവാണെങ്കിൽ ബഹു തച്ചയായിരിക്കുമെന്ന്. എനിക്കറിയാവുന്ന മുറി ഹിന്ദിയിൽ കിത്തനെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് നമുക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നിയുകൊണ്ട് ഞാനും പിന്നെ ചെയ്യാമെന്ന് കരുതി. വല്ലപ്പോഴേക്കും ഒന്ന് വൃത്തിയാകുന്ന നല്ലതല്ലേ. അപ്പം അതുപോലെ മാക്സിമം സ്റ്റെപ്പ് കൗണ്ട് റീച്ച് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്തു. ഉച്ചയ്ക്ക് പുട്ടാണ് കഴിച്ചത്. പ്രോട്ടീൻ റീച്ച് ചെയ്യാനായിട്ട് കുറച്ച് മുട്ടയും അതോടൊപ്പം ചിക്കനും കഴിച്ചു. പിന്നെ നൈറ്റ് വേ പ്രോട്ടീൻ എടുത്തു, ഉറങ്ങി. അപ്പോൾ നമുക്കിനി നാളെ കാണാം.